ഒരു കുട്ടിയെ കാണാനില്ല. യൗസേപ്പിന്റെ മകൻ യേശു. മലയാളത്തിൽ ആദ്യമായി ബാലനായ യേശുവിനെ കുറിച്ചും ദേവാലയ യാത്രയിൽ മകന്റെ തിരോധാനത്തിൽ വേദനിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചും യൗസേ പിതാവിനെ കുറിച്ചും ഒരു സിനിമ വരുന്നു, മൂന്നാം നൊമ്പരം എന്ന പേരിൽ. എനിക്കെല്ലാം നഷ്ടമായതും 12 വർഷങ്ങൾക്ക് മുമ്പാണ്. പരിശുദ്ധ മറിയത്തിനുണ്ടായ 7 നൊമ്പരങ്ങൾ, അതിൽ 12ാം വയസ്സിൽ തന്റെ തിരുക്കുമാരൻ യേശുവിന്റെ തിരോധാനമാണ് സിനിമയുടെ ഇതിവൃത്തം. ജെറുസലേം തിരുനാളിൽ പങ്കെടുത്ത് മടക്കയാത്രയ്ക്കൊടുവിൽ തങ്ങളുടെ ഓമനപുത്രൻ കൂടെയില്ല എന്നുള്ള സത്യം ആ പിതാവും മാതാവും തിരിച്ചറിയുന്നു. പിന്നീട് അങ്ങോട്ട് മകനെ കണ്ടെത്തും വരെ അവർ അനുഭവിച്ച നിരവധി യാതനകൾ. ഇതാണ് മൂന്നാം നൊമ്പരം എന്ന ചിത്രത്തിന്റെ കഥാതന്തു. ഈ കാലഘട്ടത്തിന്റെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഇതിവൃത്തം. മക്കളെ ഓർത്ത്, കാണാതെ പോയതിനെ ഓർത്ത് ദുഃഖിക്കുന്ന ധാരാളം മാതാപിതാക്കളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സിനിമ അവർക്ക് വഴികാട്ടിയാകും. ചിത്രം ഈ മാസം 26-ന് തിയേറ്ററുകളിലെത്തും. സീസൺ മീഡിയയുടെ ബാനറിൽ ജിജി കർമ്മലത്ത് നിർമ്മിച്ച ജോഷി ഇല്ലത്ത് രചന നടത്തി സംവിധാനം ചെയ്ത ചിത്രമാണ് മൂന്നാം നൊമ്പരം. ഒരു നാൾ നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ തുളച്ച് കയറും. അതെ, സീറോ മലബാർ സിനഡിൽ പ്രദർശിപ്പിച്ച സിനിമയെ കരഘോഷത്തോടെയാണ് മെത്രാൻമാർ സ്വീകരിച്ചത്. വിശുദ്ധ യൗസേ പിതാവും പരിശുദ്ധ കന്യകാമറിയവും മകനെ 3 നാൾ കാണാതെ അന്വേഷിക്കുന്ന ആ രംഗത്തിൽ പരസ്പരം പഴിചാരുകയോ അല്ല എങ്കിൽ പരസ്പരം കുറ്റപ്പെടുത്തുകയോ അല്ല ചെയ്യുന്നത്. വളരെ സൗഹൃദത്തോടുകൂടെയുള്ള ആ ദാമ്പത്യം ഇന്ന് പ്രശ്നസങ്കീർണമായിട്ടുള്ള ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് മാതൃകയാക്കുന്നതും പ്രചോദനം നൽകുന്നതുമാണ്. ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നൊമ്പരപ്പെടേണ്ട കാര്യമില്ല. പ്രാർത്ഥനയാകുന്ന ഈ ലായനിയിൽ നമ്മുടെ അനുഭവങ്ങളെ കഴുകുമ്പോൾ അത് സുന്ദരമായിരിക്കുന്ന, രക്ഷാകരമായിരിക്കുന്ന സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ഇതാണ് മൂന്നാം നൊമ്പരം എന്ന ആ സിനിമയിലൂടെ ജോഷി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളൊന്ന് കാണുക. നിങ്ങൾക്കും ആ നൊമ്പരങ്ങൾ ആത്മീയമായിട്ടുള്ള സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളായിട്ട് മാറാൻ ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എലിസബത്തിനെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ സന്തോഷിക്കണം. മറിയത്തിൻ്റെ 7 വ്യാകുലങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. 7 വ്യാകുലങ്ങൾ അഥവാ നൊമ്പരം. ഈ നൊമ്പരങ്ങളിൽ മൂന്നാമത്തെ നൊമ്പരം, അതായത് യേശുവിനെ 12ാം വയസ്സിൽ കാണാതായത് ദേവാലയത്തിൽ കണ്ടുമുട്ടിയത്, വളരെ മനോഹരമായി അവതരിപ്പിച്ച ഈ സിനിമ കാണാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പക്ഷെ എന്റെ മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. നീ പറഞ്ഞതല്ല വെറും ഒരു തോന്നലായി കരുതിയാൽ മതി. ചലച്ചിത്രം മനുഷ്യനെ ഏറെ സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ചലച്ചിത്രത്തിലൂടെ ഈശോയെ അവതരിപ്പിക്കാൻ സാധിക്കുമ്പോൾ അതൊരു പക്ഷേ ഒരു ബൈബിൾ പ്രസംഗത്തെക്കാളും എല്ലാം വളരെ പ്രസക്തമായിട്ട് മാറുകയാണ്. അമ്മ നൊമ്പരം അനുഭവിക്കാത്ത ആരും തന്നെയില്ല. അമ്മയുടെ ആ നൊമ്പരം എന്തായിരുന്നു? ഉണ്ണിയെ നഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മളിലെ ആകാംക്ഷ ഒട്ടും ചോർന്നു പോകാതെ ഏതാണ്ട് 2 മണിക്കൂറോളം നീളുന്ന ഒരു ചലച്ചിത്രമായിട്ട് അവർ അവതരിപ്പിക്കുമ്പോൾ അതിനെ നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം എങ്കിൽ മാത്രമേ കൂടുതൽ ചലച്ചിത്രങ്ങൾ ഈ മേഖലയിൽ നിർമ്മിക്കപ്പെടുകയുള്ളൂ. മക്കളെ നഷ്ടപ്പെടുന്നതിൻ്റെയും നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയുടെയും ഭാരം പേറുന്ന മാതാപിതാക്കളുടെ ഒരു നേർചിത്രമാണ് മൂന്നാം നൊമ്പരം എന്ന ഈ സിനിമ. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഇതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാനും ഈ സിനിമയുടെ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും ശ്രദ്ധിക്കുമെന്ന്. സിനിമയുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നവർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സിമി ജോസഫ്, DOP രാമചന്ദ്രൻ, എഡിറ്റർ കപിൽ കൃഷ്ണ, ഗാനരചനയും സംഗീത സംവിധാനവും ജോഷി ഇല്ലത്ത്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ മരിയദാസ് വട്ടമാക്കൽ, മേക്കപ്പ് നെൽസൺ CV, കോസ്റ്റ്യൂംസ് മിനി ഷാജി, കൊറിയോഗ്രാഫി വിസ്മയ ദേവൻ, DTS മിക്സിംഗ് അനൂപ് അനിൽകുമാർ, സൗണ്ട് എഫക്ട്സ് N ഷാബു ചെറുവള്ളൂർ, DA കളറിസ്റ്റ് സുരേഷ് SR, VFX ആൻഡ് ടൈറ്റിൽ ആനിമേഷൻ ഷിറോയ് ഫിലിം സ്റ്റുഡിയോ, അസോസിയേറ്റ് ഡയറക്ടർ ടോണി അത്തിക്കളം, നെൽസൺ CV, ഫിനാൻസ് കൺട്രോളർ വിൽസൺ CV. ഏത് നല്ല പ്രമേയത്തെയും 2 കൈകളും നീട്ടി സ്വീകരിച്ച മലയാളികൾ ഈ ചിത്രത്തെയും ഏറെ ആവേശത്തോടെ സ്വീകരിക്കുമെന്ന് കരുതാം. മുറിവേറ്റവർക്ക് മറ്റുള്ളവരുടെ മുറിവിന്റെ ആഴവും വേദനയും അറിയും. ഇനി അവനെ കണ്ടെത്തും വരെ എനിക്ക് വിശ്രമമില്ല.